ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ. അത് കോഴിയും കുമ്പളങ്ങയും കൂടി വയ്ക്കുന്നൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് ജീരകം 1 സ്പൂണ്, പെരുംജീരകം 1 സ്പൂണ്, ഒരു 6 പട്ട, ഒരു 6 ഗ്രാമ്പു, 1 സ്പൂണ് കുരുമുളക്, അതാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 20 പീസ് ചെറിയ ഉള്ളി, ഒരു മൂടി തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മൾ ചിക്കനെ കുക്കറിലാണത് വെക്കുന്നത്. ഒരു 5 ലിറ്ററിൻ്റെ ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലോട്ട് നമ്മൾ കല്ലുപ്പാണ് വിതറി കൊടുക്കുന്നത്. നമ്മൾ അവൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് പാകം പോലെ കല്ലുപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച് വെച്ചിട്ടുള്ള ഒരു 1/4 ഭാഗം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 6-7 പീസ് ചെറിയ ഉള്ളിയും കൂടി കുഞ്ഞുള്ളിയും കൂടെ ചതച്ചിട്ട് നമുക്കതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം അതും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ ശരിക്കും നമുക്ക് അടുപ്പിക്കണം. 2 വിസിൽ അടുപ്പിക്കണം. 3ാമത്തെ വിസിൽ വരുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്തോളി. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുടി തേങ്ങയുണ്ടല്ലോ, അരമുടി തേങ്ങ എടുത്തത് നമ്മൾ അത് അരയ്ക്കാനായിട്ട് പോവാണ്. അതിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് ഇടണം. നമ്മൾ പെരുംജീരകം, ജീരകം എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പകുതി ഉള്ളി ഇതിലും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് അരച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു. ഈ കറി എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ വെക്കുന്നൊരു തരം കറിയാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ പൊടികളാണ് ഇടുന്നത് കേട്ടോ. ഒരു 3 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. അത് കുറച്ച് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1/2 സ്പൂൺ ഇടുന്നുള്ളൂ. ഒരു 2 സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് കരിഞ്ഞ് വരാൻ പാടില്ല. ഒരു മണം വരുന്ന രീതിയിൽ അങ്ങ് വറുത്തെടുത്തിട്ട് എടുക്കണം. ഇത് മറ്റേ പാലക്കാട് പണ്ടേ ഉള്ളൊരു കറിയാണ് കേട്ടോ. പാലക്കാട് കോഴിയും കുമ്പളയും ഉള്ള കറി. ഇപ്പം നമ്മളിപ്പോൾ മിക്സിയിലല്ല, നമ്മുടെ ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ട് 3-ൽ താഴെ. അതിനുശേഷം നമ്മുടെ കുമ്പളങ്ങ എടുത്തിട്ട് അതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിൽ അതങ്ങ് ഇടണം. ഇനി നമുക്ക് വിസിലടുപ്പിക്കാണ്ട് തന്നെ അടുപ്പിൽ തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇനി വിസിലിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊരു 1/4 ടേബിൾ സ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ മുളകും മല്ലിയൊക്കെ കൂടിയിട്ടുള്ള വറുത്ത് കോരിയിട്ടുള്ള പൊടിയും അതിലിട്ടിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ബാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലിടണം. അതിലിട്ടതിന് ശേഷം ഇതിപ്പോൾ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അരപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അരപ്പെടുത്തിട്ട് നമ്മൾ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കത് തിളച്ച് കഴിഞ്ഞായി. പക്ഷേ അതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കടുക് വറുത്ത് കൊട്ടുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഈ കറിയിലൊക്കെ കടുക് വറുത്ത് കൊട്ടുമല്ലോ. അതിനായിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഏകദേശം നല്ല റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാലക്കാട് നാട്ടിലുള്ള എല്ലാ ഫംഗ്ഷനും, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കല്യാണമാണ് മെയിൻ, അതിൻ്റെ തലേ ദിവസം ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ. നമ്മൾ താളിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുഞ്ഞുള്ളി ഒരു 5 ചതച്ചതാണ് ഇനി ഇടാൻ പോകുന്നത് കേട്ടോ. ഒരു 2 വറ്റൽമുളകും കൂടി അതിലിട്ട് കൊടുക്കണേ. അപ്പോൾ കുഞ്ഞുള്ളി ഒരു 5 ചതച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 വറ്റൽമുളക് ഇടണം. കുഞ്ഞുള്ളി ചതച്ചതും കൂടിയിട്ട് കറുവപ്പലയും കൂടി ഇടണം. കറുവപ്പലയും കൂടി ഇട്ടിട്ട് കുറച്ച് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വേണമെങ്കിൽ അതിലിട്ട് കൊടുക്കാം.
കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പാലക്കാടൻ സ്റ്റൈലിലുള്ള കോഴിയും കുമ്പളങ്ങയും കറിയായി. ഈ കറി നമുക്ക് എല്ലാ ഇതിലും നമുക്ക് കഴിക്കാം. കാരണം ചോറ് കഴിക്കുമ്പോൾ കഴിക്കാം, ഇഡ്ഡലി, ദോശ, പുട്ട് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണത്. ഒരുപാട് സ്പൈസി ഒന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി പിന്നെ ചെയ്യുക. നമ്മൾ ഇതേപോലെ ചെയ്യുന്ന ഇതൊക്കെ നമ്മുടെ വീഡിയോ പിന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലും തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഓരോ കറികളും കുക്കിങ്ങൊക്കെ നമ്മൾ വെച്ചിട്ട് ഇതിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇന്നിപ്പം നമ്മുടെ സ്പെഷ്യൽ പുട്ടും ഇതും കൂടിയിട്ടാണ് കഴിക്കുന്നത്. ഈ കറി നമുക്ക് നാളെ രാവിലെ എടുത്ത് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളെ രാവിലേക്കൊക്കെ എടുത്ത് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.